നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ സംഭവിച്ച ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ലാർജ് ക്യാപ് ഓഹരികളിലെ ബലഹീനത കണ്ട ദിവസമായിരുന്നു ഇന്ന്. അതേസമയം മിഡ് ക്യാപ് ഓഹരികൾ താരതമ്യേന നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. നിഫ്റ്റിയും സെൻസെക്സും നിഫ്റ്റി ബാങ്കും 0.5% മുകളിൽ ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ്പ് മാത്രമാണ് താരതമ്യേന ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചത്. വെറും 0.09% ഇടിവ് മാത്രമാണ് ഉണ്ടാക്കിയത്. നിഫ്റ്റി 50യിൽ 50-40 സ്റ്റോക്കുകളും ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നിഫ്റ്റി 50യിൽ കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ഒരു സ്റ്റോക്കിനെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആയിരുന്നു. സ്റ്റോക്കിനെ കുറിച്ച് ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിലും കൂടാതെ ഒരു പോസ്റ്റർ രൂപത്തിലും ഞങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരുന്നതാണ്. സ്റ്റോക്ക് ഏകദേശം 4% ഇടിഞ്ഞു. ഇടിയാനുള്ള കാരണം കൂടി നമ്മൾ പറഞ്ഞിരുന്നതാണ്. സൊമാഗ്ലൂറ്റൈഡ് കുത്തിവെപ്പിനുള്ള അംഗീകാരം വൈകിയതിനെ തുടർന്നാണ് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഓഹരികൾ ഇന്നലെ US ADR-ലും ഇന്ന് നമ്മുടെ മാർക്കറ്റിലും ഏകദേശം 4% ഇടിഞ്ഞത്. കൂടാതെ ഇന്ന് ഓട്ടോ, FMCG, എനർജി എന്നീ സെക്ടറുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. മറ്റ് സ്റ്റോക്കുകൾ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടറിലുള്ള സിപ്ല CEO ഉമാങ് വോറ സ്ഥാനമൊഴിയുമെന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഓഹരി ഏകദേശം 3% ഇടിഞ്ഞു. ഇനി കോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഗോളതലത്തിൽ ഉയർന്ന കൽക്കരി വിലയുടെ പശ്ചാത്തലത്തിൽ ഏകദേശം 2% ഉയർന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സായി കോൾ ഇന്ത്യ മാറി. അടുത്ത് L&T ആണ്, ലാർസൺ ആൻഡ് ടുബ്രോ. പോസിറ്റീവ് മാനേജ്മെന്റ് അഭിപ്രായത്തെ തുടർന്ന് സ്റ്റോക്ക് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. കൂടാതെ ബെൽ, ആദിത്യ ബിർള ക്യാപിറ്റൽ, കാനറ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ത്രൈമാസ ഫലങ്ങൾക്ക് ശേഷം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 3 മുതൽ 7% വരെ ഉയർന്നു. അടുത്ത PB ഫിൻടെക് ആണ്, പോളിസി ബസാർ. രണ്ടാം പാദത്തിൽ നല്ല വരുമാനത്തിന് ശേഷം സ്റ്റോക്ക് ഏകദേശം 7% കുതിച്ചുയർന്നു. LIC ഹൗസിംഗ് ഫിനാൻസ് എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്തതുകൊണ്ട് തന്നെ സ്റ്റോക്ക് 4% ഇടിഞ്ഞു. അത് വരുൺ ബിവറേജസ് ആണ്. രണ്ടാം പാദ ഫലങ്ങൾ മികച്ചതായിരുന്നെങ്കിലും മാനേജ്മെന്റ് കമന്ററി മിക്സഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് 2% ഇടിഞ്ഞു. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളായി വരുന്നത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ വെറും 1299 രൂപയ്ക്ക് 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമുണ്ട്. എല്ലാ സുഹൃത്തുക്കളും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ സ്റ്റഡി പർപ്പസിനായിട്ടുള്ള എഡ്യൂക്കേഷൻ വ്യൂവിലേക്ക് പോകാം. ഇന്നലെ നമുക്ക് 2-3 കമന്റ് വന്ന കുറച്ച് സ്റ്റോക്കുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കി ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഒരു സ്റ്റോക്ക് കൂടിയുണ്ട്. ആദ്യം നമ്മുടെ ഒരു ബെന്നി ഫ്രാൻസിസ് സാർ പറഞ്ഞ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കൂടാതെ സജീർ സാർ പറഞ്ഞ JM ഫിനാൻസ് എന്നീ സ്റ്റോക്കുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോക്ക് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ആണ്. സ്റ്റോക്കിൽ നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ട്. ഒരു റൗണ്ടിങ് ബോട്ടം പാറ്റേണിന് സമാനമായിട്ടുള്ള ഒരു ഫോർമേഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സ്റ്റോക്ക് ഒന്നുകിൽ ഇപ്പോൾ തന്നെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. നല്ല വോളിയം ഒക്കെ ഇപ്പോൾ ഉണ്ട്. സ്റ്റോക്കിൽ ഒരു റിവേഴ്സൽ വരികയാണെങ്കിലും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 965, സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 1028. അടുത്തതായി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന സ്റ്റോക്കാണ്. ഇന്നലെ നമുക്ക് കമന്റിൽ ചോദിച്ച പ്രകാരം ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സ്റ്റോക്ക് ഇപ്പോൾ 58 എന്ന നിലയിലാണ്. സ്റ്റോക്കിൽ നമ്മൾ ഒരു അപ്സൈഡ് പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സൈഡ് വേസിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഡൗൺ സൈഡിൽ ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51, അതിനുശേഷം 41.5. സ്റ്റോക്ക് ഒരു 71 ഒക്കെ ഒരു വീക്ക്ലി ബേസിസിൽ നല്ല ക്യാൻഡിലോട് കൂടിയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നല്ല പോസിറ്റിവിറ്റി ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്സൈഡിൽ ഒരു 85, 99 ഒക്കെ എത്താനുള്ള സാധ്യതകളുമുണ്ട്. ഒരു ലോങ് ടേമിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അടുത്ത നമുക്ക് കമന്റിലൂടെ ചോദിച്ച മറ്റൊരു സ്റ്റോക്ക് JM ഫിനാൻഷ്യൽ ആയിരുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിട്ടുള്ളത്. അത് നമ്മളൊന്ന് കോഷ്യസ് ആയി ഇരിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു പാറ്റേൺ വരികയാണെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡൗൺ സൈഡിൽ ഇനി സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 158 ആദ്യത്തെ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം 139, 135 ഒരു പ്രധാനപ്പെട്ട ലെവലുകളാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ വെക്കുകയാണെങ്കിലാണ് നമ്മൾ കൂടുതൽ കോഷ്യസ് ആയി ഇരിക്കേണ്ടത്. നമ്മൾ കുറച്ച് സ്റ്റോക്കുകളും ഇവിടെ പറഞ്ഞു. കൂടാതെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇവിടെ പറഞ്ഞു പോവുകയുണ്ടായി. ഇനി ഇത്തരത്തിൽ ചാർട്ടിനെ കുറിച്ചും കൂടുതലായിട്ട് നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടും ഫണ്ടമെന്റലായിട്ടും ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചും ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മുൻപ് പഠിച്ചു പോയ ധാരാളം സ്റ്റുഡൻസും ഈ ക്ലാസ്സുകളിൽ നിങ്ങളുടെ ഒപ്പം ചേരാറുണ്ട്. നിങ്ങൾക്ക് അവരോടും നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഈ 1 മാസത്തിനുള്ളിൽ നമ്മൾ തരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ ഇതേ വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്.
എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി.